ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാവർക്കും +2 മാത്തമാറ്റിക്സ് ക്ലാസ് റൂമിലേക്ക് ഹൃദ്യമായ സ്വാഗതം. കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് നാം പഠിച്ചത് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന ഒന്നാമത്തെ ചാപ്റ്ററിലെ റിലേഷൻ എന്ന ഭാഗത്തിലെ തിയറിയാണ്. ഇന്ന് നമ്മൾ റിലേഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് ചെയ്യാൻ തുടങ്ങുകയാണ്. 7 ചോദ്യങ്ങളും അതിൻ്റെ ആൻസറുകളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നാം വിശദീകരിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം നോട്ട്ബുക്കിലേക്ക് എഴുതിക്കോളൂ. ലെറ്റ് എ ഈക്വൽ സെറ്റ് 4, 5, 7, 8, 9 ആൻഡ് ആർ ഈക്വൽ ടു ഓർഡേഡ് പെയർ 4, 4, 5, 5, 7, 8, 8, 7, 9, 9. സ്റ്റേറ്റ് വെദർ ദ റിലേഷൻ ആർ റിഫ്ലക്സീവ്, സിമെട്രിക് ഓർ ട്രാൻസിറ്റീവ്. റോസ്റ്റർ ഫോമിൽ തന്നിരിക്കുന്ന ഈ റിലേഷൻ റിഫ്ലക്സീവും സിമെട്രിക്കും ട്രാൻസിറ്റീവുമാണോ എന്ന് പറയുക എന്നതാണ് ചോദ്യം. ഏറ്റവും സിമ്പിളായിട്ടുള്ള ചോദ്യം അല്ലേ? ആദ്യം നമുക്ക് റിഫ്ലക്സീവ് ആണോ എന്ന് നോക്കാം. റിഫ്ലക്സീവ് ആകണമെങ്കിൽ ആര് വേണം? എയിൽ 4 ഉണ്ട്, ആറിൽ 4, 4 വേണം, ഉണ്ട്. എയിൽ 5 ഉണ്ട്, ആറിൽ 5, 5 വേണം, അതുമുണ്ട്. എയിൽ 7 ഉണ്ട്, ആറിൽ 7, 7 വേണം, 7, 7 ആറിൽ ഇല്ല. അതുകൊണ്ട് റിലേഷൻ റിഫ്ലക്സീവ് അല്ല. ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് പറയാം R is not reflexive because 7, 7 is not belongs to R. ഓക്കെ, അപ്പോൾ റിഫ്ലക്സീവ് അല്ല എന്ന് മനസ്സിലായി. സിമെട്രിക് ആണോ? ഇതിലെ ഏത് എലമെന്റ് തിരിച്ചെഴുതിയാലും ഈ സെറ്റിൽ തന്നെ ഉണ്ട് അല്ലേ? ആറിലെ ഏത് എലമെന്റ് AB തിരിച്ചെഴുതിയാലും ഈ സെറ്റിൽ തന്നെ ഉണ്ട്. 7, 8 തിരിച്ചെഴുതിയാൽ 8, 7, 8, 7 തിരിച്ചെഴുതിയാൽ 7, 8, അങ്ങനെ ഏത് തിരിച്ചെഴുതിയാലും ആ സെറ്റിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് സിമെട്രിക് ആണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ റീസൺ ആയിട്ട് എന്ത് പറഞ്ഞാൽ മതി? AB belongs to R implies BA belongs to R എന്ന് പറഞ്ഞാൽ മതി. ട്രാൻസിറ്റീവ് ആണോ എന്ന് പരിശോധിക്കൂ. അല്ലല്ലോ. എന്തുകൊണ്ടാ? 7, 8 റിലേഷനിലുണ്ട്, 8, 7 റിലേഷനിലുണ്ട്. ആര് വേണം? 7, 7. 7, 7 റിലേഷനിലില്ല. AB-യും BC-യും ഉണ്ടാകുമ്പോൾ AC വേണം. AC റിലേഷനിലില്ല. അതുകൊണ്ട് റിലേഷൻ ട്രാൻസിറ്റീവ് അല്ല. 7, 8 ഉണ്ട്, 8, 7 ഉണ്ട്, 7, 7 ഇല്ല. അതുകൊണ്ട് ട്രാൻസിറ്റീവ് അല്ല. വൃത്തിയായിട്ട് നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കൂ. ഇനി രണ്ടാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. ശ്രദ്ധിച്ചോളൂ. ഇതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. വെരി സിമ്പിൾ ആയിട്ടുള്ള മറ്റൊരു ചോദ്യം. A ഈക്വൽ സെറ്റ് 1, 2, 3. ഇതിൽ ആദ്യത്തെ ചോദ്യം എല്ലാ ഇക്വൽസ് റിലേഷനും എഴുതുക. 1, 2, 2, 1 വേണം എന്നാണ് കണ്ടീഷൻ. രണ്ടാമത്തെ ചോദ്യം 1, 2 ഉള്ള എല്ലാ ഇക്വൽസ് റിലേഷനും എഴുതുക. മൂന്നാമത്തെ ചോദ്യം 1, 2, 1, 3 ഉണ്ടായിരിക്കണം. റിലേഷൻ റിഫ്ലക്സീവും സിമെട്രിക്കുമായിരിക്കണം, ട്രാൻസിറ്റീവ് ആകരുത്. അങ്ങനെ എത്ര റിലേഷനുകൾ ഉണ്ട് എന്നാണ് മൂന്നാമത്തെ ചോദ്യം. ചോദ്യം എഴുതിയെടുത്തതിന് ശേഷം ആൻസർ ശ്രദ്ധിക്കുക. ആദ്യം ആൻസർ ടു ക്വസ്റ്റ്യൻ നമ്പർ A ശ്രദ്ധിച്ചോളൂ. എല്ലാ ഇക്വൽസ് റിലേഷനും എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഏതാണ് സെറ്റ്? 1, 2, 3. എന്ത് നിർബന്ധമായിട്ടും വേണം? 1, 2 വേണം, 2, 1 വേണം. 1, 2, 3യിലുള്ള ഇക്വൽസ് റിലേഷൻ എഴുതുമ്പോൾ മിനിമം അതിൽ വേണ്ട എലിമെന്റ്സ് ആരൊക്കെയാണ്? നിങ്ങൾക്കറിയാലോ. 1, 1 വേണം, 2, 2 വേണം, 3, 3 വേണം അല്ലേ? 1, 1, 2, 2, 3, 3 മാത്രം എഴുതി നിർത്തിക്കഴിഞ്ഞാൽ ഇത് ഇക്വൽസ് റിലേഷൻ ആണ്. പക്ഷേ അതിൽ ആരില്ല? 1, 2, 2, 1 ഇല്ല. ചോദ്യത്തിൽ 1, 2, 2, 1 വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ കൂടെ 1, 2, 2, 1 ആഡ് ചെയ്യാം. 1, 2, 2, 1 ഞാൻ ആഡ് ചെയ്തു. അങ്ങനെ ആഡ് ചെയ്തപ്പോൾ ഇതെന്തായിട്ട് മാറി? ഇക്വലൻസ് റിലേഷൻ ആയിട്ട് മാറി. അതായത് ഇത് ഈ സെറ്റിൽ ഡിഫൈൻ ചെയ്യുന്ന ഒരു ഇക്വലൻസ് റിലേഷൻ ആണ്. ഈ ഇക്വലൻസ് റിലേഷനിൽ 1, 2 ഉണ്ട്, 2, 1 ഉണ്ട്. അപ്പോൾ ഒരു ഇക്വലൻസ് റിലേഷൻ കിട്ടി അല്ലേ? ഇനി രണ്ടാമത്തെ ഇക്വലൻസ് റിലേഷൻ എഴുതണമെങ്കിൽ മിനിമം ഇത്രയും എലമെന്റ്സ് വേണം. കാരണം ഇതിലെ ഏതെങ്കിലും ഒരു എലമെന്റ് ഒഴിവായി കഴിഞ്ഞാൽ ഈ കണ്ടീഷൻ ഒബേ ചെയ്യുന്ന ഇക്വലൻസ് റിലേഷൻ കിട്ടില്ല. അതുകൊണ്ട് രണ്ടാമത്തെ റിലേഷൻ ഞാൻ എഴുതാൻ പോകുമ്പോൾ ഇത്രയും എലമെന്റ്സ് ബന്ധമായിട്ടും വേണം. ഓക്കെ, അപ്പോൾ ഞാൻ രണ്ടാമത്തെ റിലേഷൻ എഴുതാൻ പോവുകയാണ്. നന്നായിട്ട് ശ്രദ്ധിച്ചോളൂ. ഇത്രയും എലമെന്റ്സ് ബന്ധമായിട്ടും എഴുതി. 1, 1, 2, 2, 3, 3, 1, 2, 2, 1. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോവാ? ഒരു എലമെന്റ് ആഡ് ചെയ്യാൻ പോവുക. ഇതിലില്ലാത്ത, ഈ റിലേഷനിൽ ഇല്ലാത്ത ഒരു എലമെന്റ് ആഡ് ചെയ്യാൻ പോവുക. ആഡ് ചെയ്യുന്ന എലമെന്റ് 1, 3 ആണ്. 1, 3 ഞാൻ ആഡ് ചെയ്യുമ്പോൾ ഇത് ഇക്വലൻസ് ആണോ? അല്ലല്ലോ. എന്തുകൊണ്ട് ഇക്വലൻസ് അല്ല? 1, 3 ഉണ്ട്, 3, 1 ഇല്ല. സിമെട്രിക് ആവില്ല അല്ലേ? അപ്പൊ സിമെട്രിക് ആക്കാൻ ഞാൻ ആരെ ആഡ് ചെയ്തു? 3, 1 ആഡ് ചെയ്തു. ഇപ്പോൾ ഇത് ഇക്വലൻസ് ആണോ? ഇപ്പോൾ ഇത് ഈ റിലേഷൻ ഇക്വലൻസ് ആണോ? അല്ല. എന്തുകൊണ്ടാണ് ഈ റിലേഷൻ ഇക്വലൻസ് അല്ലാത്തത്? നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടോ? നോക്കിയേ, ഈ അണ്ടർലൈൻ ചെയ്തിട്ടുള്ള 2 ടേംസ് നോക്കിയേ. 2, 1, 1, 3. 2, 1, 1, 3 ഉണ്ടാകുമ്പോൾ ആര് വേണം ട്രാൻസിറ്റീവ് ആകാൻ? 2, 1, 1, 3 ഉണ്ടാകുമ്പോൾ 2, 3 വേണമല്ലോ. 2,
2-3 റിലേഷൻ ഉണ്ടോ? ഇല്ല. അപ്പൊ ഞാൻ ആഡ് ചെയ്തു? 2-3 ആഡ് ചെയ്തു. ഇപ്പൊ ഇക്വലൻസ് ആയോ? ആയില്ല. എന്തുകൊണ്ട്? 2-3 ഈ റിലേഷനിലുണ്ട്, 3-2 റിലേഷനിലില്ല, സിമെട്രിക് അല്ല. അപ്പൊ ഞാൻ ആഡ് ചെയ്യും? 3-2 ആഡ് ചെയ്യും. എന്ത് മനോഹരമായിട്ടുള്ള രൂപം അല്ലേ? ഞാൻ ആദ്യം ഒരെലമെന്റ് ആഡ് ചെയ്തു 1-3. അപ്പോൾ സിമെട്രിക് ആക്കാൻ 3-1 ആഡ് ചെയ്യേണ്ടി വന്നു, ട്രാൻസിറ്റീവ് ആക്കാൻ 2-3 ആഡ് ചെയ്യേണ്ടി വന്നു, വീണ്ടും സിമെട്രിക് ആക്കാൻ 3-2 ആഡ് ചെയ്യേണ്ടി വന്നു. ഇത്രയും എലമെന്റ്സ് ഞാൻ എഴുതിയപ്പോൾ ഇത് ഇക്വലൻസ് ആണെന്ന് എനിക്ക് ഉറപ്പാ. എന്താ കാരണം നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നോക്കേണ്ട ആവശ്യമില്ല, ഇത് ഇക്വലൻസ് ആണെന്ന് ഉറപ്പാ. എന്തുകൊണ്ട് ഇക്വലൻസാ? ഇതിൽ എത്ര എലമെന്റ്സ് ഉണ്ടെന്ന് എണ്ണി നോക്കിയേ. 1 2 3 4 5 6 7 8 9 എലമെന്റ്സ് ഉണ്ട്. എയിൽ എത്ര എലമെന്റ്സ് ഉള്ളത്? 3 എലമെന്റ്സ് അല്ലേ? എ ക്രോസിൽ എത്ര എലമെന്റ്സ് ഉണ്ടാവുക? 3 × 3 9 എലമെന്റ്സ്. ഈ റിലേഷനിൽ 9 എലമെന്റ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഇതാണ് ഏറ്റവും വലിയ റിലേഷൻ. അതായത് ഈ റിലേഷൻ ആരാടാ? ഈ റിലേഷനാണ് എ ക്രോസ് എ. നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ടല്ലോ, എ ക്രോസ് എ എന്നുള്ള റിലേഷൻ ഇക്വലൻസ് ആണെന്ന് പഠിച്ചു വെച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഇതാണ് രണ്ടാമത്തെ ഇക്വലൻസ് റിലേഷൻ. ഒന്നാമത്തത് ഇതാണ്, രണ്ടാമത്തെ ഇതാണ്. ഇനി മൂന്നാമത്തത് ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? നമ്മൾ മിനിമം ഇക്വലൻസ് റിലേഷൻ ആയിട്ടുള്ള ഒന്നാമത്തെ റിലേഷനിൽ ഒരു എലമെന്റ് ആഡ് ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക്കലി ബാക്കിയൊക്കെ ആഡ് ചെയ്തിട്ട് ആരെ കിട്ടി? എ ക്രോസ് എ. അപ്പോൾ ഒന്ന് ആഡ് ചെയ്തുമ്പോൾ ബാക്കിയൊക്കെ ആഡ് ചെയ്യൽ ആവശ്യമായതുകൊണ്ട് അതിന് ഇടയിൽ ഒരു ഇക്വലൻസ് റിലേഷൻ ഇല്ല എന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് ഇതാണ് ക്വസ്റ്റ്യൻ എയുടെ ആൻസർ. ശരി, ഇനി ക്വസ്റ്റ്യൻ ബിയുടെ ആൻസറിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ ബിയുടെ ആൻസർ വളരെ സിമ്പിൾ അല്ലേ? എന്തുകൊണ്ടാ? ക്വസ്റ്റ്യൻ ബിയിൽ നമുക്ക് എന്താ വേണ്ടത്? ക്വസ്റ്റ്യൻ ബിയിൽ വേണ്ടത് ഇക്വലൻസ് റിലേഷനാണ്. എയിൽ എന്താ കണ്ടീഷൻ? 1-2 വേണം. 1-2 വേണമെന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആരും വേണം? 2-1 വേണമല്ലോ. 1-2 വേണമെന്ന് പറഞ്ഞാൽ 2-1 വേണം എന്ന് നിങ്ങൾ മനസ്സിലാകുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ക്വസ്റ്റ്യൻ ബി. അപ്പോൾ ക്വസ്റ്റ്യൻ ബിയുടെ ആൻസർ എന്ത് തന്നെയാണ്? 1-2 വേണമെങ്കിൽ, 1-2 ഉണ്ടാകണമെങ്കിൽ തീർച്ചയായിട്ടും 2-1 വേണം. അതുകൊണ്ട് ക്വസ്റ്റ്യൻ എയും ക്വസ്റ്റ്യൻ ബിയും ഒരേ ചോദ്യമാണ്. രണ്ടും ഒന്നാന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ സിയിലേക്ക് പോകാം. എന്താ ക്വസ്റ്റ്യൻ സി? ഇക്വലൻസ് റിലേഷൻ അല്ല അവിടെ വേണ്ടത്, അവിടെ സിമെട്രിക്കും റിഫ്ലക്സീവുമായിരിക്കണം. 1-2 1-3 വേണം, ട്രാൻസിറ്റീവ് ആകാനോ പാടില്ലതാനും. ഓക്കെ, അപ്പൊ റിഫ്ലക്സീവ് ആകണമെന്ന് പറയുമ്പോൾ ആര് വേണം? 1-1 2-2 3-3 അല്ലെ? 1-2 1-3 വേണം എന്ന് പറയുമ്പോൾ അതും കൂടെ നമുക്ക് അങ്ങ് എഴുതി വെക്കാം. ദേ ഞാൻ എഴുതാൻ തുടങ്ങുന്നു, നോക്കിക്കോളൂ. 1-1 2-2 3-3 വേണം, കാരണം റിഫ്ലക്സീവ് ആയിരിക്കണം. 1-2 1-3 വേണം, ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. സിമെട്രിക് ആകണ്ടേ? സിമെട്രിക് ആകണമെങ്കിൽ ആരാഡ് ചെയ്യണം? 1-2 ഉണ്ട്, പറ. 2-1 ആഡ് ചെയ്യണം. 1-3 ഉണ്ട്, ആഡ് ചെയ്യണം? 3-1 ആഡ് ചെയ്യണം. ഇത്രയും എലമെന്റ്സ് ഞാൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ റിലേഷൻ റിഫ്ലക്സീവ് ആണ്, ഈ റിലേഷൻ സിമെട്രിക് ആണ്, ഈ റിലേഷൻ ട്രാൻസിറ്റീവ് ആണോ? ഒന്ന് നോക്കിയേ, ട്രാൻസിറ്റീവ് ആണോ? കാണുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ട്രാൻസിറ്റീവ് ആണോ എന്ന് മനസ്സിലാവുന്നുണ്ടോ? നോക്കിയേ, ഇവിടെ 2-1 ഉണ്ട്, 1-3 ഉണ്ട്, 2-1 ഉണ്ട്, 1-3 ഉണ്ട്. കണ്ടോ? 2-1 1-3 2-1 1-3 ഉണ്ടാകുമ്പോൾ ആര് വേണം ശരിക്കും? 2-1 1-3 ഉണ്ടാകുമ്പോൾ ആര് വേണം? 2-3 വേണം. 2-3 സെറ്റിലുണ്ടോ? ഇല്ല, അപ്പൊ ട്രാൻസിറ്റീവ് അല്ല. അപ്പൊ ഈ റിലേഷന്റെ പ്രത്യേകത എന്താണ്? റിഫ്ലക്സീവ് ആണ്, സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ് അല്ല. 1-2 ഉണ്ട്, 1-3 ഉണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു റിലേഷൻ കിട്ടിയില്ലേ? ഇനി നമ്മൾ രണ്ടാമത്തെ റിലേഷൻ എഴുതാൻ വേണ്ടി ശ്രമിച്ചു എന്ന് കരുതുക. ആരെവിടെ ആഡ് ചെയ്യാനുള്ളത്? ആഡ് ചെയ്യാനുള്ള എലമെന്റ് 2-3 ആണ്. 2-3 ഞാൻ ആഡ് ചെയ്താൽ അതിനെ സിമെട്രിക് ആക്കാൻ വേണ്ടി ആരെയും ആഡ് ചെയ്യണം? 3-2 ആഡ് ചെയ്യണം അല്ലെ? 2-3 ആഡ് ചെയ്താൽ സിമെട്രിക് ആക്കണമല്ലോ. അപ്പൊ 3-2 ആഡ് ചെയ്യണം. ഇവരെ രണ്ടാളെ കൂടെ ആഡ് ചെയ്താൽ ഇതിൽ എത്ര എലമെന്റ്സ് ആയി? 1 2 3 4 5 6 7, പിന്നെ ഈ രണ്ടും കൂടെ കൂട്ടുമ്പോൾ 9 ആയി. അപ്പൊ ആരായിട്ട് മാറും? എ ക്രോസ് എ ആയിട്ട് മാറും. എ ക്രോസ് എ ട്രാൻസിറ്റീവ് ആണല്ലോ, ട്രാൻസിറ്റീവ് ആകരുതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഇനി 2-3 ആഡ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ ഒരു എലമെന്റും ആഡ് ചെയ്യാൻ പറ്റില്ല. ഇത്തരത്തിൽ ഒരൊറ്റ റിലേഷനേ ഉള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ കണ്ടീഷൻ ഒബേ ചെയ്യുന്ന ഒരു റിലേഷൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, ദർ ഇസ് ഓൺലി വൺ റിലേഷൻ ഹാവിംഗ് ദി ഗിവൺ കണ്ടീഷൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈസ് ഓവർ. നന്നായിട്ട് എഴുതിയെടുക്കുക, കൃത്യമായിട്ട് മനസ്സിലാക്കുക. ശരി, നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ശ്രദ്ധിച്ചോളൂ, മനോഹരമായിട്ടുള്ള മറ്റൊരു ചോദ്യം. ആർ എന്നുള്ള റിലേഷൻ അത് റിഫ്ലക്സീവ് അല്ല, സിമെട്രിക് അല്ല, ട്രാൻസിറ്റീവ് അല്ല എന്ന് കാണിക്കണം. ഏതാ റിലേഷൻ? ഓർഡേർഡ് പെർ xy such that 3x minus y equals 0 on the set a equal to 1 2 3 up to 14. a കുഞ്ഞു സെറ്റ്, 14 എലമെന്റ്സ് ഉള്ള സെറ്റാ. ഈ സെറ്റിൽ ആണ് റിലേഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ആ റിലേഷൻ സിമെട്രിക്കും റിഫ്ലക്സീവും ട്രാൻസിറ്റീവും ആണോ എന്ന് പരിശോധിക്കാനാ ചോദ്യം. നമുക്ക് ആദ്യം എന്ത് ചെയ്യാടാ? ഈ റിലേഷൻ ഈ സെറ്റിലല്ലേ ഡിഫൈൻ ചെയ്യുന്നത്? ഇതൊരു ഫൈനൈറ്റ് സെറ്റ് അല്ലേ?
ചെറിയ സെറ്റല്ലേ, കുഞ്ഞു സെറ്റല്ലേ. അപ്പം നമുക്ക് ആ റിലേഷനെ മനസ്സിലാക്കാൻ വേണ്ടി ആ റിലേഷൻ്റെ റോസ്റ്റർ ഫോം ഒന്ന് എഴുതി നോക്കാം. നമ്മൾ +1 ചെയ്ത ചോദ്യമായി ഇത് 3x - y = 0 എന്നാണ് റിലേഷൻ. അപ്പം നമുക്കൊരു y = 3x എന്ന് എഴുതാം. എക്സിന് കൊടുക്കാവുന്ന നമ്പറുകൾ 1 മുതൽ 14 വരെ, വൈക്ക് കിട്ടാവുന്ന നമ്പറുകൾ 1 to 14. എക്സിന് ഞാൻ 1 എന്ന് കൊടുക്കുന്നു. എക്സിന് 1 എന്ന് കൊടുക്കുമ്പോൾ 3 × 1 3 എന്ന് കിട്ടുന്നു. എക്സിന് 2 എന്ന് കൊടുക്കുന്നു. 2 എന്ന് കൊടുക്കുമ്പോൾ y = 3 × 2 6 എന്ന് കിട്ടുന്നു. എക്സിന് 3 എന്ന് കൊടുക്കുന്നു. 3 × 3 9 എന്ന് കിട്ടുന്നു. എക്സിന് 4 എന്ന് കൊടുക്കുന്നു. 3 × 4 12 എന്ന് കിട്ടുന്നു. എക്സിന് 5 എന്ന് കൊടുക്കുന്നു. 3 × 5 15 ആണ്. പക്ഷേ 15 ഈ സെറ്റിലില്ല അല്ലേ. എക്സിന് 5 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആൻസർ എന്താ കിട്ടുക? 15. 3 × 5 15. 15 ഈ സെറ്റിലുണ്ടോ? ഇല്ല. അതുകൊണ്ട് 5 കൊടുക്കാൻ പറ്റുമോ? പറ്റൂല. ഇത്രയും എലമെന്റ്സ് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇതാണ് നമ്മുടെ റിലേഷന്റെ റോസ്റ്റർ ഫോം. ഇത് സെറ്റ് ബിൽഡർ ഫോം ആണ്, ഇത് റോസ്റ്റർ ഫോമാ. +1 പഠിച്ചതാ. റോസ്റ്റർ ഫോം കണ്ടാൽ തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? റിലേഷൻ റിഫ്ലക്സീവ് ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ എന്ന് പറയാൻ പറ്റും അല്ലേ. നോക്ക്, ഇതല്ലേ നമ്മുടെ സെറ്റ്. റിഫ്ലക്സീവ് ആണോ അല്ലേ എന്ന് നിങ്ങൾ പറ. 1 ഉണ്ട്. അപ്പൊ ആര് വേണം റിഫ്ലക്സീവ് ആകണമെങ്കിൽ? 1 1 വേണം. ഉണ്ടോ ഇവിടെ? 1 1 ഇല്ല. 1 1 ഇല്ലാത്തത് കൊണ്ട് എന്തല്ല? റിഫ്ലക്സീവ് അല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 2 ഇല്ലാത്തത് കൊണ്ടെന്ന് പറയാം. ഒരെലമെന്റ് ഇല്ലെങ്കിൽ തന്നെ, 1 1 ഇല്ലെങ്കിൽ തന്നെ റിഫ്ലക്സീവ് അല്ലല്ലോ. ഒറ്റ എക്സാമ്പിൾ മതി. അല്ല എന്ന് പറയാൻ വേണ്ടി ഒരൊറ്റ എക്സാമ്പിൾ മതി. 1 1 ഇല്ല, അതുകൊണ്ട് റിലേഷൻ എന്തല്ലടാ? റിഫ്ലക്സീവ് അല്ല. എന്തുകൊണ്ട്? സിമെട്രിക് ആണോ അല്ലേ? നിങ്ങൾ പറ. സിമെട്രിക് ആണോ അല്ലേ? സിമെട്രി എന്ന് ഹെഡിങ് എഴുതിയിട്ട് എഴുതിക്കോളൂ. 1 3 ഉണ്ട്. ആരില്ല? 1 3 ഉണ്ട്. ആരില്ലടാ? 3 1 ഇല്ല. 3 1 ഉണ്ടെങ്കിലല്ലേ സിമെട്രിക് ആവും. 1 3 ഉണ്ട്, 3 1 ഇല്ല, അതുകൊണ്ട് സിമെട്രിക് അല്ല. അതുകൊണ്ട് സിമെട്രിക് അല്ല. വേണമെങ്കിൽ 2 6 ഉണ്ട്, 6 2 ഇല്ല, സിമെട്രിക് അല്ല എന്ന് പറയാം. 3 9 ഉണ്ട്, 9 3 ഇല്ല, സിമെട്രിക് അല്ല എന്ന് പറയാം. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഒറ്റ എക്സാമ്പിൾ പറഞ്ഞാൽ മതിയെന്ന്. അതുകൊണ്ട് ഞാൻ ഒരു എക്സാമ്പിൾ കൊണ്ട് നിർത്തിയതാ. ട്രാൻസിറ്റീവ് ആണോ എന്ന് പറ. ട്രാൻസിറ്റിവിറ്റി എന്ന് ഹെഡിങ് ചെയ്തിട്ട് ട്രാൻസിറ്റീവ് ആണോ എന്ന് നോക്ക്. 1 3 ഉണ്ട്, 3 9 ഉണ്ട്. 1 3 ഉണ്ട്, 3 9 ഉണ്ട്. ആര് വേണം? 1 9 വേണം. 1 3 3 9 ഉണ്ടാകുമ്പോൾ 1 9 വേണം. 1 9 ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് എന്തല്ല? ട്രാൻസിറ്റീവ് അല്ല. മനോഹരമല്ലേ? സിമ്പിൾ അല്ലേ? കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൂടെ? റിഫ്ലക്സീവ് അല്ല, സിമെട്രിക് അല്ല, ട്രാൻസിറ്റീവ് അല്ല എന്ന്. ഇതേപോലുള്ള ചെറിയ സെറ്റിലാണ് ചോദ്യമെങ്കിൽ നമ്മൾ സെറ്റ് ബിൽഡർ ഫോമിനെ റോസ്റ്റർ ഫോമിലേക്ക് മാറ്റിയിട്ട് ഇതേപോലെ എക്സാമ്പിൾ എഴുതിയാൽ മതി എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. 4ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. നോക്കൂ, 4ാമത്തെ ക്വസ്റ്റ്യന് സിമ്പിൾ ക്വസ്റ്റ്യൻ. നേരത്തെ പോലെ ചോദ്യം തന്നെ. y = x + y x <4. നാച്ചുറൽ നമ്പറിലാണ് റിലേഷൻ ഡിഫൈൻ ചെയ്യുന്നത്. റിഫ്ലക്സീവ് അല്ല എന്ന് കാണിക്കണം. സിമെട്രിയും ട്രാൻസിറ്റിവിറ്റിയും പരിശോധിക്കണം. തുടങ്ങാം അല്ലേ. ഇതല്ലേ നമ്മുടെ റിലേഷൻ ചെറിയ റിലേഷൻ ആണ്. എന്തുകൊണ്ട് ചെറിയ റിലേഷനാ? y = x + 5 എന്നിലാണ് ഡിഫൈൻ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ എക്സിന്റെ വാല്യൂ 4നേക്കാൾ ചെറുതാണ്. 4നേക്കാൾ ചെറിയ നാച്ചുറൽ നമ്പർ മാത്രമേ എക്സിന് കൊടുക്കാൻ പറ്റൂ. ആരൊക്കെയാണ് 4നേക്കാൾ ചെറിയ നാച്ചുറൽ നമ്പർ? 1 2 3. എക്സിന് 1 2 3 മാത്രമേ കൊടുക്കാൻ പറ്റൂ. അതുകൊണ്ട് ഇത് ചെറിയ റിലേഷനാ, കുറച്ച് എലമെന്റ്സ് ഉള്ള റിലേഷനാ. നമുക്ക് ആ റിലേഷൻ എഴുതിയാലോ? എക്സിന് 1 കൊടുത്തു, 1 + 5 6, y = 6 എന്ന് കിട്ടി. എക്സിന് 2 കൊടുത്തു, 2 + 5 = 7 എന്ന് കിട്ടി. എക്സിന് 3 കൊടുത്തു, 3 + 5 = 8 എന്ന് കിട്ടി. ഇനി 4 കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. എന്തുകൊണ്ട് പറ്റില്ല? x <4 എന്ന് ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ റിലേഷൻ. ഈ റിലേഷൻ റിഫ്ലക്സീവ് അല്ല എന്ന് കാണിക്കാൻ വല്ല പ്രയാസമുണ്ടോ? ഇല്ല. എന്തുകൊണ്ട് റിഫ്ലക്സീവ് അല്ല? 1 1 ഇല്ല. 1 1 വേണല്ലോ, നാച്ചുറൽ നമ്പർ ആണല്ലോ. 1 1 വേണല്ലോ. 1 1 ഇല്ലല്ലോ. അതുകൊണ്ട് എന്തല്ല? റിഫ്ലക്സീവ് അല്ല. സിമ്പിൾ അല്ലേ? സിമെട്രിക് ആണോ എന്ന് നിങ്ങൾ പറ. സിമെട്രിക് ആണോ? 1 6 ഉണ്ട്, 6 1 ഉണ്ടോ? 1 6 ഉണ്ടാകുമ്പോൾ 6 1 വേണ്ടേ സിമെട്രിക് ആവാൻ? 1 6 ഉണ്ട്, പക്ഷെ ആരില്ല? 6 1 ഇല്ല. അതുകൊണ്ട് റിലേഷൻ എന്തല്ലടാ? സിമെട്രിക് അല്ല. ക്ലിയർ ആണല്ലോ? ഈ റിലേഷൻ ട്രാൻസിറ്റീവ് ആണോ? ട്രാൻസിറ്റീവ് ആകണമെങ്കിൽ എന്താ വേണ്ടത്? എ ബിയും ബി സിയും ഉണ്ടാകുമ്പോൾ എ സി ഉണ്ടാകണം. ട്രാൻസിറ്റീവ് അല്ലാതിരിക്കാൻ എന്താ വേണ്ടത്? എ ബിയും ബി സിയും ഉണ്ട്, എ സി ഇല്ല എന്ന് പറയാൻ പറ്റണം അല്ലേ. ഇവിടെ അങ്ങനെ പറയാൻ പറ്റുമോ? 1 6 6 സ്റ്റാർട്ട് ചെയ്യുന്ന എലമെന്റ്സ് ഇല്ലല്ലോ. 2 7 7 സ്റ്റാർട്ട് ചെയ്യുന്ന എലമെന്റ്സ് ഇല്ലല്ലോ. 3 8 8 സ്റ്റാർട്ട് ചെയ്യുന്ന എലമെന്റ്സ് വേറെ ഇല്ലല്ലോ. അപ്പൊ ഇവിടെ ഈ റിലേഷനിൽ എ ബി ഉണ്ട്, ബി സി ഉണ്ട്, എ സി ഇല്ല എന്ന് പറയാൻ എലമെന്റ്സ് ഇല്ലാത്തത് കൊണ്ട് ഈ റിലേഷൻ എന്താണ് എന്നാണ് പറയുക? നോട്ട് ടു ഓർഡർ പെയർസ് എ ബി ബി സി സച്ച് ദാറ്റ് എ ബി ബിലോങ്സ് ടു ആർ, ബി സി ബിലോങ്സ് ടു ആർ, ബട്ട് എ സി ഡസ് നോട്ട് ബിലോങ്സ് ടു ആർ. ഇങ്ങനെ 2 ഓർഡർ പെയർ നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഈ ഒരു കണ്ടീഷൻ ഒബേ ചെയ്യുന്ന 2 ഓർഡർ പെയേഴ്സ് നമുക്ക് കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഈ റിലേഷൻ എന്താണ് മക്കളെ? ട്രാൻസിറ്റീവ് ആണ്. റിലേഷൻ റിഫ്ലക്സീവ് അല്ല, സിമെട്രിക് അല്ല, ട്രാൻസിറ്റീവ് ആണ്.
ക്ലിയർ അല്ലേ? സിമ്പിൾ അല്ലേ? കൃത്യമായിട്ട് മനസ്സിലാക്കൂലേ? നന്നായിട്ട് പഠിക്കൂലേ? ഇമ്പോർട്ടൻ്റ് പ്രോബ്ലം ആട്ടോ. ശരി, അഞ്ചാമത്തെ ചോദ്യം, അതിമനോഹരമായിട്ടുള്ള മറ്റൊരു ചോദ്യം. ആർ റിലേഷനാ 1 2 3 4 5 എന്നുള്ള സെറ്റിലാണ് ഡിഫൈൻ ചെയ്യുന്നത്. എന്താ റിലേഷൻ? ഓർഡേഡ് പെർ എ ബി സച്ച് ദാറ്റ് മോഡ് എ മൈനസ് ബി ഇസ് ഈവൻ. ഇത് ഇക്വലൻസ് റിലേഷൻ ആണെന്ന് കാണിക്കണം. പിന്നെ ക്ലാസ് 1ഉം ക്ലാസ് 2ഉം എഴുതണം. ഇക്വലൻസ് റിലേഷൻ ആണെന്ന് കാണിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അത് റിഫ്ലക്സീവ് ആണെന്ന് കാണിക്കണം, സിമെട്രിക് ആണെന്ന് കാണിക്കണം, ട്രാൻസിറ്റീവ് ആണെന്ന് കാണിക്കണം. തുടങ്ങിയാലോ നമുക്ക് ആദ്യം റിഫ്ലക്സീവ് ആണ് എന്ന് കാണിക്കാം. റിഫ്ലക്സീവ് ആണെന്ന് കാണിക്കാൻ വേണ്ടി എന്താ വേണ്ടത്? 1 1 ഉണ്ട്, അതുകൊണ്ട് റിഫ്ലക്സീവ് ആണെന്ന് എഴുതാൻ പറ്റുമോ? പറ്റില്ല. പിന്നെ 1 1 ഉണ്ട്, 2 2 ഉണ്ട്, 3 3 ഉണ്ട്, 4 4 ഉണ്ട്, 5 5 ഉണ്ട്, അതുകൊണ്ട് റിഫ്ലക്സീവ് ആണ് എന്ന് പറയണം. അപ്പോൾ അത് എളുപ്പത്തിൽ നമുക്ക് എന്ത് പറയാം? റിഫ്ലക്സീവ് ഉള്ള കണ്ടീഷൻ എന്താടാ? എ റിലേഷൻ ഉണ്ടാവലല്ലേ? എ റിലേഷൻ ഉണ്ടാവലല്ലേ? എ ബി റിലേഷനിലുള്ള കണ്ടീഷൻ എന്താ? മോഡ് എ മൈനസ് ബി ഈവൻ ആയാൽ മതി അല്ലെ? ശരിക്കും നോക്കണേ. അപ്പൊ ഇവിടെ നോക്ക്, എ ഉണ്ടാവാനുള്ള കണ്ടീഷൻ എന്തായിരിക്കും? മോഡ് പറഞ്ഞോളൂ, എ മൈനസ് എ ഈസ് ഈവൻ ആയാൽ മതി. എ റിലേഷനിലുള്ള കണ്ടീഷൻ എ മൈനസ് എയുടെ മോഡ് ഈവൻ ആയാൽ മതി. ആരാ എ മൈനസ് എയുടെ മോഡ്? എ മൈനസ് എ 0 അല്ലേ? എ മൈനസ് എ 0 അല്ലേ? അത് ഈവൻ നമ്പർ അല്ലേ? 0 ഈവൻ നമ്പർ അല്ലേ? അതുകൊണ്ട് അത് എല്ലാ നമ്പറിനും ശരിയല്ലേ? ഈ സെറ്റിലുള്ള 1 മൈനസ് 1 ഈ 0 ആണ്, 2 മൈനസ് 2 0 ആണ്, 3 മൈനസ് 3 0 ആണ്. ഈ സെറ്റിലുള്ള എല്ലാ എലമെന്റ്സിനും ഫോർ എവരി എ ഇൻ എ മോഡ് എ മൈനസ് എ 0 ആണ്. മോഡ് എ മൈനസ് എ ഈവൻ ആണ്, 0 ഈവൻ നമ്പർ ആണ്. മോഡ് എ മൈനസ് എ ഈവൻ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഈ റിലേഷൻ റിഫ്ലക്സീവ് ആണെന്ന് പറയാം. ചില കുട്ടികൾക്ക് സംശയം, 0 ഈവൻ നമ്പർ ആണോ എന്ന് അല്ലെ? എപ്പോഴാണ് ഈവൻ നമ്പർ എന്ന് പറയുക? 2n എന്ന് എഴുതാൻ പറ്റുമ്പോഴാണ് ഈവൻ നമ്പർ എന്ന് പറയുക. 2ന്റെ മൾട്ടിപ്പിൾ ആകുമ്പോഴാണ് ഈവൻ നമ്പർ എന്ന് പറയുക. 0 നമുക്ക് എങ്ങനെ എഴുതാം? 2 × 0 എന്ന് എഴുതാം. അതുകൊണ്ട് 0 ഈവൻ നമ്പറാ. അപ്പോൾ ഒരാൾ ചോദിക്കുക, 0നെ 3 × 0 എന്ന് എഴുതിക്കൂടെ? അപ്പോൾ ഓഡ് നമ്പർ ആവൂലേന്ന്? പറ്റുമോ? പറ്റൂല. ഓഡ് നമ്പർ അവൻ 3 × 0 എന്ന് എഴുതിയാൽ മതിയോ? പോരാ, 2n+1 എന്ന് എഴുതണം അല്ലെ? 2n+1 എന്നുള്ള ഫോമുള്ള നമ്പറിനാണ് ഓഡ് നമ്പർ എന്ന് പറയുക. 0 നിങ്ങൾ 2n+1 എഴുതാൻ പറ്റുമോ? പറ്റില്ല. അതുകൊണ്ട് 0 എന്ത് നമ്പറാ? ഈവൻ നമ്പർ. മോഡ് എ മൈനസ് എ 0 ആണ്, 0 ഈവൻ നമ്പർ ആണ്. അതുകൊണ്ട് റിലേഷൻ എന്താണെടാ? റിലേഷൻ റിഫ്ലക്സീവ് ആണ്. എ ബിലോങ്സ് ടു ആർ ഫോർ എവരി എ ഇൻ എ എന്ന് പറയാം. അതുകൊണ്ട് റിലേഷൻ റിഫ്ലക്സീവ്. സിമ്പിൾ, കൃത്യമായിട്ട് മനസ്സിലാക്കണം. സെറ്റ് അല്ലേ? ഇനി ഇതിന്റെ സിമെട്രി പരിശോധിക്കാം. ശ്രദ്ധിച്ചോളോ. എങ്ങനെ സിമെട്രിക് ആണോ എന്ന് നോക്കുക. എ ബി റിലേഷനിലുണ്ടെങ്കിൽ ആര് വേണം? ബി എ വേണം. എ ബി റിലേഷനിലുള്ള കണ്ടീഷൻ എന്താ? എക്സാമ്പിൾ പറ്റില്ല ഇവിടെ, കാരണം ആണ് എന്നാണ് തെളിയിക്കേണ്ടത്. അല്ല എന്ന് തെളിയിക്കാൻ എക്സാമ്പിൾ മതി. ആണ് എന്ന് തെളിയിക്കാൻ ജനറൽ പ്രൂഫ് വേണം. ശ്രദ്ധിച്ചോളൂ, ആണ് എന്ന് തെളിയിക്കാൻ ജനറൽ പ്രൂഫ് വേണം, അല്ല എന്ന് തെളിയിക്കാൻ എക്സാമ്പിൾ മതി. ഓക്കെ, അപ്പൊ ഇവിടെ ആണ് എന്നാണ് തെളിയിക്കേണ്ടത്. എ ബി റിലേഷനിലുണ്ടെങ്കിൽ ബി എ ഉണ്ടെന്ന് കാണിക്കണം. ഞാൻ എഴുതുന്ന പോലെ വൃത്തിക്ക് എഴുതണം കേട്ടോ. എ ബി ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താടാ മീനിങ്? എ ബി റിലേഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ മീനിങ് മോഡ് എ മൈനസ് ബി ഈവൻ ആണ് എന്നാണ് അല്ലെ? മോഡ് എ മൈനസ് ബി മോഡ് ബി മൈനസ് എ തമ്മിൽ വല്ല വ്യത്യാസമുണ്ടോ? ഇല്ലല്ലോ. മോഡ് എ മൈനസ് ബി ഈവൻ ആണെങ്കിൽ മോഡ് ബി മൈനസ് എയും ഈവൻ അല്ലേ? രണ്ടും ഒന്ന് തന്നെയല്ലേ? എ മൈനസ് ബിന്റെ മോഡ് ബി മൈനസ് എന്റെ മോഡ് ഒന്നല്ലേ? മോഡ് എ മൈനസ് ബി ഈവൻ ആണെങ്കിൽ മോഡ് ബി മൈനസ് എ ആരാണ്? ഈവനാ. നോക്ക്, എ ബി റിലേഷൻ ഉണ്ടാവുള്ള കണ്ടീഷൻ മോഡ് എ മൈനസ് ബി ഈവൻ ആവല. അപ്പൊ ബി എ ഉണ്ടാവുള്ള കണ്ടീഷൻ എന്തായിരിക്കും? മോഡ് ബി മൈനസ് എ ഈവൻ ആവാ അല്ലേ? ബി ഉണ്ടാവുള്ള കണ്ടീഷൻ മോഡ് ബി മൈനസ് ഈവൻ ആവാ. ഇവിടെ നമുക്ക് കിട്ടിയല്ലോ മോഡ് ബി മൈനസ് ഈവൻ എന്ന്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാടാ? ബി എ ബിലോങ്സ് ടു ആർ. എ ബി ബിലോങ്സ് ടു ആർ ഇംപ്ലൈസ് ബി എ ബിലോങ്സ് ടു ആർ. എ ബി ബിലോങ്സ് ടു ആർ ഇംപ്ലൈസ് ബി എ ബിലോങ്സ് ടു ആർ. Therefore R is symmetric. R is reflexive. R is symmetric. ക്ലിയർ ആണല്ലോ. ഇനി വേണ്ടത് എന്താ? R ട്രാൻസിറ്റീവ് ആവണം. ട്രാൻസിറ്റീവ് ആവുള്ള കണ്ടീഷൻ എന്താ? എ ബിയും ബി സിയും ഉണ്ടാകുമ്പോൾ ആര് വേണം? എ സി വേണം അല്ലെ? എ ബിയും ബി സിയും റിലേഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. എ ബിയും ബി സിയും ഉണ്ടെന്ന് പറഞ്ഞ അർത്ഥം എന്താ? എ ബി റിലേഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ മോഡ് എ മൈനസ് ബി ഈവൻ ആണ്. ബി സി ഉണ്ടെന്ന് പറഞ്ഞാൽ അർത്ഥം മോഡ് ബി മൈനസ് സി ഈവൻ ആണ്. അപ്പൊ രണ്ടും കൂടി ഒരുമിച്ച് എങ്ങനെ എഴുതാം? മോഡ് എ മൈനസ് ബി ആൻഡ് മോഡ് ബി മൈനസ് സി ആർ ഈവൻ. എ ബി ഉണ്ടെന്ന് പറഞ്ഞാൽ അർത്ഥം ഇവിടെ ഉണ്ട് മോഡ് എ മൈനസ് ബി ഈവൻ. ബി സി എന്നാക്കുമ്പോൾ മോഡ് ബി മൈനസ് സി ഇസ് ഈവൻ. നോക്ക്, മോഡ് എ മൈനസ് ബി ഈവൻ ആവാനുള്ള കാരണം എന്താ? മോഡ് എ മൈനസ് ബി ഈവൻ ആനുള്ള കാരണം എ മൈനസ് ബി ഈവൻ ആയതാണ് അല്ലെ? മോഡ് ബി മൈനസ് ഈവൻ ആവുള്ള കാരണം എന്താ? ബി മൈനസ് സി ഈവൻ ആണ്. അപ്പൊ എ മൈനസ് ബി എന്നുള്ള നമ്പർ ഈവൻ നമ്പർ ആണ്, ബി മൈനസ് സി എന്നുള്ള നമ്പറും ഈവൻ നമ്പർ ആണ്. അതുകൊണ്ടാണ് അതിന് മോഡ് ടപ്പ് ഈവൻ ആയത്.
ശ്രദ്ധിക്കുക, എ മൈനസ് ബി ഈവനാ, ബി മൈനസ് ഈവനാ. രണ്ട് ഈവൻ നമ്പർ ആഡ് ചെയ്താൽ എന്താണ് കിട്ടുക? ഈവൻ നമ്പർ ആഡ് ചെയ്താൽ ഈവൻ നമ്പർ അല്ലേ കിട്ടുക? അപ്പം ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു? ഈ നമ്പർ ആഡ് ചെയ്യുന്നു, എ മൈനസ് ബി പ്ലസ് ബി മൈനസ് സി ചെയ്യുന്നു, അതും ഈവൻ ആണ് എന്ന് മനസ്സിലാകുന്നു. കാരണം എ മൈനസ് ബി ഈവൻ, ബി മൈനസ് സി ഈവൻ, ഈവൻ പ്ലസ് ഈവൻ ഈവൻ. നോക്കൂ, മൈനസ് ബി ബി ക്യാൻസൽ ചെയ്തു, അപ്പോൾ ബാക്കി എന്താ ഉള്ളത്? എ മൈനസ് സി ആ ഉള്ളത് അല്ലേ? മൈനസ് ബി ബി ക്യാൻസൽ ചെയ്തു, ബാക്കി എ മൈനസ് സി. എ മൈനസ് സി ഈസ് ഈവൻ. എ മൈനസ് സി ഈവൻ നമ്പർ ആണെന്ന് കിട്ടി. എ മൈനസ് സി ഈവൻ ആണെങ്കിൽ അതിന്റെ മോഡുലസും ഈവൻ അല്ലേ? ഒരു നമ്പർ ഈവൻ ആണെങ്കിൽ അതിന്റെ മാഗ്നിറ്റ്യൂഡും ഈവൻ അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് പറയാം അടുത്ത സ്റ്റെപ്പിൽ? ഇംപ്ലൈസ് മോഡ് എ മൈനസ് സി ഈസ് ഈവൻ. ഓക്കെ, എ മൈനസ് സിയുടെ മോഡ് ഈവനാ. നോക്ക്, എ മൈനസ് ബിയുടെ മോഡ് ഈവൻ ആണെങ്കിൽ എ ബി റിലേഷനിലുണ്ട്. മോഡ് എ മൈനസ് സി ഈവൻ ആകുമ്പോൾ ആര് റിലേഷനിലുണ്ടാവും? എ സി റിലേഷനിലുണ്ടാവും. അപ്പോൾ നമുക്ക് പറയാം എ സി ബിലോങ്സ് ടു ആർ. എ ബിയും ബി സിയും ഉണ്ടെങ്കിൽ എ സി ഉണ്ടെന്ന് കിട്ടിയല്ലോ. എ ബിയും ബി സിയും റിലേഷനിലുണ്ടെങ്കിൽ എ സി റിലേഷനിലുണ്ടെന്ന് കിട്ടിയല്ലോ. അതുകൊണ്ട് റിലേഷൻ എന്താണ്? ട്രാൻസിറ്റീവാ. റിലേഷൻ റിഫ്ലെക്സീവാ, റിലേഷൻ സിമെട്രിക്കാ, റിലേഷൻ ട്രാൻസിറ്റീവാ. അതുകൊണ്ട് റിലേഷൻ എന്ത് റിലേഷനാ? ഇക്വലൻസ് റിലേഷനാണ്. റിലേഷൻ എന്ത് റിലേഷനാണ്? ഇക്വലൻസ് റിലേഷൻ. അതിമനോഹരമായിട്ട് എഴുതി വെക്കണം, വൃത്തിക്ക് എഴുതി വെക്കണം, നന്നായിട്ട് കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കണം. ഒരു തവണ പഠിച്ചാൽ മതി. പഠിക്കുന്നത് മനസ്സിലാക്കിയാണെങ്കിൽ ഒരിക്കലും മറക്കില്ല. ഓക്കെ, അപ്പോൾ എയുടെ ആൻസർ കഴിഞ്ഞു. ഈ ക്ലാസ് 1ഉം ക്ലാസ് 2ഉം എഴുതുക എന്നാണ് രണ്ടാമത്തെ ചോദ്യം. നോക്കാം നമുക്ക്. എന്താ ഈ ക്ലാസ് 1 എന്ന് പറഞ്ഞാൽ? ക്ലാസ് 1 എന്ന് പറഞ്ഞാൽ 1ഉമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എലമെന്റ്സ് അല്ലെ? 1ഉമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഈ സെറ്റിലെ എലമെന്റ്സ്. 1ഉമായിട്ട് റിലേറ്റ് ചെയ്യാനുള്ള കണ്ടീഷൻ എന്താ? 1ൽ നിന്ന് 1ഉമായിട്ട് റിലേറ്റ് ചെയ്യാനുള്ള കണ്ടീഷൻ 1ൽ നിന്ന് ആ നമ്പർ കുറക്കുമ്പോൾ ഈവൻ കിട്ടണം. 1ൽ നിന്ന് ആ നമ്പർ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഈവൻ കിട്ടണം. ഓക്കെ, 1ൽ നിന്ന് 1 സബ്ട്രാക്ട് ചെയ്താൽ ഈവൻ അല്ലേ? അപ്പോൾ 1ഉമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു എലമെന്റ് ആരാ? 1ഉമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു എലമെന്റ് 1 ആണ്. ഓക്കെ, 1 മൈനസ് 2 ഈവൻ ആണോ? അല്ലല്ലോ, അതുകൊണ്ട് 2 റിലേറ്റഡ് അല്ല. 1 മൈനസ് 3 ഈവൻ അല്ലേ? അതെ, അപ്പോൾ 3 റിലേറ്റഡ് ആണ്. 1 മൈനസ് 4 ഈവൻ അല്ലല്ലോ, 3 അല്ലേ? അത് ഈവൻ നമ്പർ അല്ലല്ലോ, അതുകൊണ്ട് 4 റിലേറ്റഡ് അല്ല. 1 മൈനസ് 5 ഈവൻ അല്ലേ? യെസ്, അതുകൊണ്ട് 5 റിലേറ്റഡ് ആ. അപ്പോൾ 1ഉമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എലമെന്റ്സ് 1ഉം 3ഉം 5ഉം ആ. അത് സെറ്റിനകത്ത് എഴുതി വെക്കുമ്പോൾ ക്ലാസ് 1 കിട്ടും. ഓക്കെ, ഇനി ഇതുപോലെ ക്ലാസ് 2 നിങ്ങളെന്ന് പറഞ്ഞ് ക്ലാസ് 2 ഈക്വൽ 2ഉമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എലമെന്റ്സാ. 2ഉമായിട്ട് 1 റിലേറ്റഡ് അല്ല, കാരണം 2 മൈനസ് 1 ഈവൻ അല്ല. 2ഉമായിട്ട് 2 റിലേറ്റഡ് ആണ്, കാരണം 2 മൈനസ് 2 0 ഈവൻ ആണ്. 2 മൈനസ് 3 ഈവൻ അല്ല. 2 മൈനസ് 4 ഈവൻ ആണ്. 2 മൈനസ് 5 ഈവൻ അല്ല. ആരൊക്കെ 2ഉമായിട്ട് റിലേറ്റഡ്? 2ഉം 4ഉം മാത്രം അല്ലേ? ഓഡ് നമ്പറുമായിട്ട് റിലേറ്റഡ് ഓഡ് നമ്പേഴ്സ്, ഈവൻ നമ്പറുമായിട്ട് റിലേറ്റഡ് ഈവൻ നമ്പേഴ്സ്. ഇങ്ങനെയാണ് ക്ലാസ് എഴുതുക, ഇക്വലൻസ് ക്ലാസ് എഴുതുക എന്നുള്ള പോയിന്റ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. 5 ചോദ്യങ്ങളായി അല്ലേ? ഈ 2 ചോദ്യങ്ങളാണ് ബാക്കിയുള്ളത്. 6ാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോളൂ. ഇപ്പോൾ എഴുതിയ അതേ ചോദ്യം തന്നെ, ഇപ്പോൾ എഴുതിയ അതേ മോഡൽ ക്വസ്റ്റ്യൻ തന്നെയാണിത്. നോക്കൂ, 2 ഡിവൈഡ്സ് എ മൈനസ് ബിയുടെ അർത്ഥം എന്താ? ഇസഡിലാണ് റിലേഷൻ ഡിഫൈൻ ചെയ്യുന്നത്. 2 ഡിവൈഡ്സ് എ മൈനസ് ബിയുടെ അർത്ഥം എന്താ? എ മൈനസ് ബി ഈവൻ ആണ് എന്ന. നേരത്തെ മോഡ് എ മൈനസ് ബി ഈവൻ ആണെന്ന് പറഞ്ഞ പോലെ എ മൈനസ് ബി ഈവൻ ആണ് എന്നാണ് ഇതിന്റെ അർത്ഥം. ആദ്യം ഇക്വലൻസ് റിലേഷൻ ആണ് എന്ന് കാണിക്കണം. അതിനെന്താ വേണ്ടത്? റിഫ്ലക്സീവ് ആണെന്ന് കാണിക്കണം. റിഫ്ലക്സീവ് ആകാൻ എന്ത് വേണം? നേരത്തെ പറഞ്ഞ പോലെ സെഡിലെ ഓരോ ഇൻഡിജേഴ്സും എടുത്തിട്ട് 1 1 ഉണ്ട്, 2 2 ഉണ്ട്, 3 3 ഉണ്ട്, 100 100 ഉണ്ട് എന്ന് പറയാൻ കഴിയുമോ? ഇല്ല. ജനറൽ ആയിട്ട് പ്രൂവ് ചെയ്യാനേ പറ്റുള്ളൂ. അപ്പൊ എ റിലേഷനിലുണ്ട് എന്ന് പറയാൻ പറ്റണം. എ ബി ഉണ്ടാവാനുള്ള കണ്ടീഷൻ എന്താ? 2 ഡിവൈഡ്സ് എ മൈനസ് ബി. അപ്പൊ എ ഉണ്ടാവാനുള്ള കണ്ടീഷൻ എന്താ? 2 ഡിവൈഡ്സ് എ മൈനസ് എ. ആരാ എ മൈനസ് എ? 0. 2 ഡിവൈഡ്സ് 0 കറക്റ്റ് അല്ലേ? തീർച്ചയായിട്ടും കറക്റ്റ് ആണ്. 2 ഡിവൈഡ്സ് 0 കറക്റ്റാ. 0നെ എല്ലാ നമ്പറും ഡിവൈഡ് ചെയ്യും എക്സെപ്റ്റ് 0. 0 ഡിവൈഡ്സ് എ 0 ആണ് തെറ്റാണ്. ബാക്കിയുള്ള എല്ലാ നമ്പറും 2നെ 0നെ ഡിവൈഡ് ചെയ്യും. അപ്പൊ 2 ഡിവൈഡ്സ് 0 എ മൈനസ് എ, 2 ഡിവൈഡ്സ് 0 എന്ന് പറഞ്ഞത് ശരിയാണ്. 2 ഡിവൈഡ്സ് എ മൈനസ് എ എന്നായതുകൊണ്ട് എ റിലേഷനിലുണ്ടെന്ന് പറയാം. ഫോർ എവരി എ ഇൻ ഇസഡ് ഇതേപോലെ എഴുതി വെക്കണം കേട്ടോ. അതുകൊണ്ട് റിലേഷൻ എന്താണ്? റിഫ്ലെക്സീവ് ആണ്. 2 ഡിവൈഡ്സ് എ മൈനസ് എ ഫോർ എവരി എ ഇൻ ഇസഡ്. ഇസഡ് ആണ് നമ്മുടെ സെറ്റ്, അതുകൊണ്ട് റിലേഷൻ റിഫ്ലെക്സീവാ. ഇനി സിമെട്രിക് ആണെന്ന് പറയണം അല്ലേ? സിമെട്രിക് ആണെന്ന് പറയാൻ എന്താ വേണ്ടത്? നേരത്തെ ചെയ്തല്ലോ. എ ബി ഉണ്ടാവുമ്പോൾ ബി എ വേണം. എ ബി ഉണ്ടെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? 2 ഡിവൈഡ്സ് എ മൈനസ് ബി. എ മൈനസ് ബി ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ബി മൈനസ് എ ഡിവൈഡ് ചെയ്യൂലേ? തീർച്ചയായിട്ടും 2 ഡിവൈഡ്സ് ബി മൈനസ് എ എന്ന് പറയാം. 2 ഡിവൈഡ്സ് ബി മൈനസ് എ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ബി എ ബിലോങ്സ് ടു ആർ. അപ്പോൾ എ ബി ബിലോങ്സ് ടു ആർ ഇംപ്ലൈസ് ബി എ ബിലോങ്സ് ടു ആർ. അതുകൊണ്ട് റിലേഷൻ എന്ത് റിലേഷനാ? സിമെട്രിക് റിലേഷൻ ആണ്. ഓക്കെ, ഈ ട്രാൻസിറ്റിവിറ്റി പറയാം. എ ബിയും ബി സിയും ഉണ്ടെങ്കിൽ ആര് വേണം? എ സി വേണം. എ ബി ഉണ്ടെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? 2 ഡിവൈഡ്സ് എ മൈനസ് ബി. ബി സി ഉണ്ടെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? 2 ഡിവൈഡ്സ് ബി മൈനസ് സി. രണ്ടുകൂടെ ഒരുമിച്ച് അങ്ങനെ പറയാം. 2 ഡിവൈഡ്സ് എ മൈനസ് ബി ആൻഡ് ബി മൈനസ് സി. മൈനസ് ബി പ്ലസ് ബി വന്നു കഴിഞ്ഞാൽ നേരത്തെ എന്താ ചെയ്തത്? രണ്ടുകൂടെ ആഡ് ചെയ്തു അല്ലേ?
2a മൈനസ് ബിയെ ഡിവൈഡ് ചെയ്യുന്നു, 2b മൈനസ് സിയെ ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ 2a മൈനസ് ബി പ്ലസ് ബി മൈനസ് സിയെ ഡിവൈഡ് ചെയ്യും ഇല്ലേ? രണ്ടുകൂടെ ആഡ് ചെയ്താൽ അതിനെയും ഡിവൈഡ് ചെയ്യും. ബി ക്യാൻസൽ ചെയ്തു, ബാക്കി എന്താ ഉള്ളത്? 2 ഡിവൈഡ്സ് എ മൈനസ് സി എന്നാണുള്ളത്. 2 ഡിവൈഡ്സ് എ മൈനസ് സി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? 2 ഡിവൈഡ്സ് എ മൈനസ് സി എന്ന് പറഞ്ഞാൽ എ സി ബിലോങ്സ് ടു ആർ എന്നാണ് അർത്ഥം. എ സി ബിലോങ്സ് ടു ആർ. എ ബിയും ബി സിയും ഉണ്ടെങ്കിൽ എ സി ഉണ്ടെന്ന് കിട്ടി. അതുകൊണ്ട് റിലേഷൻ ട്രാൻസിറ്റീവ് ആണെന്ന് മനസ്സിലായി. റിഫ്ലക്സീവ് ആണ്, സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണ്. Therefore R is an equivalence relation. വെരി സിമ്പിൾ ആണ്. ഒരു പ്രോബ്ലം മനസ്സിലായാൽ അതേപോലെ തന്നെയാണ് അടുത്ത പ്രോബ്ലവും. ഓക്കെ, ഇനി ഈക്വലൻസ് ക്ലാസ് എഴുതാനാണ്. ക്ലാസ് 0 എഴുതണം, ക്ലാസ് 1 എഴുതണം. ക്ലാസ് 0 നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ. 0യുമായിട്ട് ഏതൊക്കെ ഇൻഡിജറാ റിലേറ്റഡ്? 0യുമായിട്ട് 0 റിലേറ്റഡ് ആണല്ലോ. 0 മൈനസ് 0 0 അല്ലേ കിട്ടുക? 2നെ കൊണ്ട് ഡിവൈഡ് ചെയ്യാലോ. 0 മൈനസ് 1 1നെ 2നെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. 0 മൈനസ് 2 പറ്റുമോ? പറ്റും. 0 മൈനസ് 3 പറ്റുമോ? പറ്റില്ല. 0 മൈനസ് 4 ഈവൻ അല്ലേ? 2നെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആരൊക്കെ റിലേറ്റഡ് പറഞ്ഞേ? 0 ഉണ്ട്, പിന്നെ ആരുണ്ട്? 1 ഉണ്ട്, അതേപോലെ മൈനസ് 1 ഉണ്ട്, സോറി 2 ഉണ്ട്, മൈനസ് 2 ഉണ്ട്. 0 മൈനസ് 2 0 പ്ലസ് 2 രണ്ടും ഈവൻ നമ്പറാ. പിന്നെ പ്ലസ് ഓർ മൈനസ് 4, പിന്നെ പ്ലസ് ഓർ മൈനസ് 6, പിന്നെ പ്ലസ് ഓർ മൈനസ് 8 എക്സെട്ര എന്ന് പറഞ്ഞാൽ 0യുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത് എല്ലാ ഈവൻ ഇൻഡിജേഴ്സുമാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ക്ലാസ് 1 എന്ന് പറഞ്ഞേ 1ുമായിട്ട് ആരൊക്കെ റിലേറ്റഡ് എന്ന് പറഞ്ഞേ? 1ുമായിട്ട് റിലേറ്റഡ് ഒന്ന് 1, മറ്റൊന്ന് മൈനസ് 1, പിന്നെ 3 മൈനസ് 3. എന്താ കണ്ടീഷൻ? 1ൽ നിന്ന് ആ നമ്പർ കുറക്കുമ്പോൾ ഈവൻ നമ്പർ ആയിരിക്കണം, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ക്ലാസ് 1ൽ ഉണ്ടാവുക പ്ലസ് ഓർ മൈനസ് 1, പ്ലസ് ഓർ മൈനസ് 3, പ്ലസ് ഓർ മൈനസ് 5, പ്ലസ് ഓർ മൈനസ് 7 എക്സെട്ര. അതായത് സെറ്റ് ഓഫ് ഓൾ ഈവൻ ഇൻഡിജേഴ്സ്, സോറി ഓഡ് ഇൻഡിജേഴ്സ്. ഓക്കെ, ഇവിടുത്തെ ഒരു ഈവൻ ഇൻഡിജറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത് എല്ലാ ഈവൻ ഇൻഡിജേഴ്സും, ഓഡ് ഇൻഡിജറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത് എല്ലാ ഓഡ് ഇൻഡിജേഴ്സും. ക്ലിയർ ആണല്ലോ? ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ഒരു മനോഹരമായ ചോദ്യം, ജോമെട്രിയിലെ ക്വസ്റ്റ്യനാ, ശ്രദ്ധിച്ചോളൂ. എന്താ ചോദ്യം? നമ്മൾ രണ്ട് ലൈനുകൾ തമ്മിലുള്ള റിലേഷൻ. എൽ എന്ന് പറയുന്നത് പ്ലെയിനിലെ ലൈനുകളുടെ സെറ്റാ. R1 എന്ന് പറയുന്നത് ലൈനുകൾ തമ്മിലുള്ള റിലേഷനാണ്. പെർപെൻഡിക്കുലാർ എന്നാണ് റിലേഷൻ. രണ്ട് ലൈനുകൾ പെർപെൻഡിക്കുലാർ ആകുക എന്നുള്ള റിലേഷൻ സിമെട്രിക് ആണെന്ന് കാണിക്കുക, റിഫ്ലക്സീവും ട്രാൻസിറ്റീവും അല്ല എന്നും കാണിക്കുക. R1 റിലേഷൻ ആരാ? പെർപെൻഡിക്കുലാർ. R2 എന്നുള്ള റിലേഷൻ ആരാണ്? R2 എന്നുള്ള റിലേഷൻ പാരലലാണ്. രണ്ട് ലൈനുകൾ പാരലലാണ് എന്നുള്ള റിലേഷൻ. അവിടെ ആ റിലേഷൻ ഇക്വലൻസ് ആണ് കാണിക്കണം. എന്നിട്ടോ 2x + 4ുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ എലമെന്റ്സും പറയണം. ചുരുക്കത്തിൽ പെർപെൻഡിക്കുലാർ, പാരലൽ ഈ രണ്ട് റിലേഷനുകൾ, ലൈനുകൾ തമ്മിലുള്ള ആ റിലേഷനുകൾ റിഫ്ലക്സീവ്, സിമെട്രിക്കും ട്രാൻസിറ്റീവും ആണെന്ന് പരിശോധിക്കുക നമ്മൾ ചെയ്യുന്നത്. ആദ്യം പെർപെൻഡിക്കുലാർ എന്നുള്ള റിലേഷനെ കുറിച്ച് നോക്കാം. ശ്രദ്ധിക്കുക, R1 എന്നാണ് നമ്മൾ റിലേഷന് പേര് കൊടുത്തത്. അത് സിമെട്രിക് ആണെന്ന് തെളിയിക്കേണ്ടത്. എന്താ കണ്ടീഷൻ? AB ഉണ്ടാകുമ്പോൾ BA ഉണ്ടാകണം എന്ന് നമ്മൾ സാധാരണ പറയുക അല്ലേ? ഇവിടെ L1 L2 എന്നാണല്ലോ. അപ്പോൾ L1 L2 റിലേഷനിൽ ഉണ്ടെങ്കിൽ L2 L1 വേണം അല്ലേ? L1 L2 ഉണ്ടാവാനുള്ള കണ്ടീഷൻ എന്താടാ? L1 ഈസ് പെർപെൻഡിക്കുലാർ ടു L2. L1 L2ന് പെർപെൻഡിക്കുലാർ ആണെങ്കിൽ നമുക്ക് നോക്കിയേ ഇതാണ് L1, ഇതാണ് ആര്? L2. L1 L2ന് പെർപെൻഡിക്കുലാർ ആണെങ്കിൽ L2 L1നും പെർപെൻഡിക്കുലാർ അല്ലേ? L1 L2ന് പെർപെൻഡിക്കുലാർ ആണെങ്കിൽ L2 L1ന് പെർപെൻഡിക്കുലാർ അല്ലേ? തീർച്ചയായിട്ടും L2 ഈസ് പെർപെൻഡിക്കുലാർ ടു L1. അതുകൊണ്ട് എന്ത് പറയാം? L2 L1 പെർപെൻഡിക്കുലാർ ആണെന്ന് പറഞ്ഞാൽ L2 L1 ബിലോങ്സ് ടു R1 എന്ന് പറയാം. L1 L2 ഉണ്ടെങ്കിൽ L2 L1 ഉണ്ട്. അതുകൊണ്ട് റിലേഷൻ എന്ത് റിലേഷനാ? സിമെട്രിക് റിലേഷനാ. ക്ലിയർ? ശരി, ഇനി റിഫ്ലക്സീവ് അല്ല എന്ന് കാണിക്കണം. റിഫ്ലക്സീവ് അല്ല എന്ന് കാണിക്കാൻ വളരെ സിമ്പിളാ. എന്തുകൊണ്ടാ? ഏതെങ്കിലും ഒരു ലൈന് അതേ ലൈനുമായിട്ട് പെർപെൻഡിക്കുലാർ ആവോ? L1 L1ുമായിട്ട് പെർപെൻഡിക്കുലാർ ആവോ? ഇല്ല. നോ ലൈൻ ഈസ് പെർപെൻഡിക്കുലാർ ടു ഇറ്റ്സെൽഫ്. R ഈസ് നോട്ട് റിഫ്ലക്സീവ്. ഒരു ലൈൻ അതുമായിട്ട് തന്നെ പെർപെൻഡിക്കുലാർ ആണെങ്കിൽ റിഫ്ലക്സീവ് എന്ന് പറയുള്ളൂ. അതുകൊണ്ട് ഇവിടെ റിഫ്ലക്സീവ് അല്ല, കാരണം ഒരു ലൈൻ അതേ ലൈനുമായിട്ട് എന്തല്ല? പെർപെൻഡിക്കുലാർ അല്ല. എഴുതുന്നുണ്ടല്ലോ അല്ലേ? ശരി, ട്രാൻസിറ്റീവ് ആണോ? അല്ലേ? എന്തുകൊണ്ട് ട്രാൻസിറ്റീവ് ആണെന്ന് എങ്ങനെ നോക്കുക? L1ഉം L2 ഉണ്ടാകണം, L2ഉം L3ഉം റിലേഷനിൽ ഉണ്ടാവണം. അന്നേരം L1ഉം L3ഉം വേണം അല്ലേ? നമുക്ക് നോക്കാം. L1ഉം L3 ഉണ്ട്, L2 റിലേഷനിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? L1 പെർപെൻഡിക്കുലാർ ടു L2 അല്ലേ? L2 L3 ഉണ്ടെന്ന് പറഞ്ഞാൽ മീനിങ് എന്താ? L2 പെർപെൻഡിക്കുലാർ ടു L3. L1 പെർപെൻഡിക്കുലാർ ടു L2, L2 പെർപെൻഡിക്കുലാർ ടു L3. ഇതിന്റെ ചിത്രം ഒന്ന് വരച്ച് നോക്കിയാലോ നമ്മൾ? L1 ഓക്കെ, അപ്പൊ L2 എങ്ങനെ ഉണ്ടാവുക? പെർപെൻഡിക്കുലർ ആയിട്ട് അല്ലെ? L3 എങ്ങനെ ഉണ്ടാവുക? L2ന് പെർപെൻഡിക്കുലർ ആയിട്ട് അല്ലെ? അപ്പൊ L1 L2ന് പെർപെൻഡിക്കുലർ, L2 L3ക്ക് പെർപെൻഡിക്കുലർ. എന്താ L1ഉം L3യും തമ്മിലുള്ള ബന്ധം? പെർപെൻഡിക്കുലർ ആണോ? L1ഉം L3യും തമ്മിൽ പെർപെൻഡിക്കുലർ ആണോ? അല്ലല്ലോ, പാരലൽ അല്ലേ?
പെർപെൻഡിക്കുലർ അല്ലല്ലോ. പെർപെൻഡിക്കുലർ ആണെങ്കിലല്ലേ റിലേഷനിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ L1 L3 റിലേഷനിലുണ്ടോ? ഇല്ലല്ലോ. L1 L3 റിലേഷനിൽ ഇല്ല എന്ന് പറഞ്ഞതിന്റെ മീനിങ് എന്താ? ട്രാൻസിറ്റീവ് അല്ല എന്നല്ലേ അർത്ഥം. അപ്പോൾ റിഫ്ലക്സീവും അല്ല ട്രാൻസിറ്റീവ് അല്ല. പെർപെൻഡിക്കുലർ എന്നുള്ള റിലേഷൻ സിമെട്രിക് മാത്രമാണ്, റിഫ്ലക്സീവ് അല്ല, ട്രാൻസിറ്റീവ് അല്ല. ക്ലിയർ? ഇനി പാരലൽ എന്നുള്ള റിലേഷൻ എന്താണെന്ന് നോക്കാം. നോക്കിക്കോളൂ. ആദ്യം റിഫ്ലക്സിവിറ്റി നോക്കാം. ഇതാണ് ഒരു ലൈന്. ഈ ലൈന് അതേ ലൈന് പാരലൽ അല്ലേ? എവരി ലൈൻ ഈസ് പാരലൽ ടു ഇറ്റ്സെൽഫ് അല്ലേ? എവരി ലൈൻ ഈസ് പാരലൽ ടു ഇറ്റ്സെൽഫ്. അതുകൊണ്ട് റിഫ്ലക്സീവ് ആണ്. R2 എന്നാണ് റിലേഷൻ. രണ്ട് റിലേഷൻ ഉള്ളത് കൊണ്ട് ഒന്ന് R1 ഒന്ന് R2 എന്ന് കൊടുത്തു എന്നേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ R2 എന്നുള്ള റിലേഷൻ എന്താണ്? റിഫ്ലക്സീവ് ആണ്. എന്തുകൊണ്ട്? ഒരു ലൈൻ അതേ ലൈന് തന്നെ പാരലലാണ്. ബാക്കിയൊക്കെ മനസ്സുകൊണ്ട് പറയാം, സിമ്പിളാ. L1 L2 റിലേഷൻ ഉണ്ടെങ്കിൽ L2 L1 റിലേഷനിൽ വേണമെന്നല്ലേ കണ്ടീഷൻ. L1 L2 റിലേഷൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? L1 L2 പാരലൽ ആണെന്നല്ലേ. L1 L2 പാരലൽ ആണെങ്കിൽ L1 ഇങ്ങനെ L2 ഇങ്ങനെ. L1 L2 പാരലൽ ആണെങ്കിൽ L2 L1 പാരലൽ അല്ലേ? തീർച്ചയായിട്ടും തിരിച്ചും പാരലാണ്. അതുകൊണ്ട് L2 L1 റിലേഷനിലുണ്ട്. റിലേഷന്റെ പേര് R2 ആണ്. അപ്പോൾ R2 എന്ന് കൊടുത്തു. ഓക്കെ. അതുകൊണ്ട് റിലേഷൻ സിമെട്രിക് ആണ്. L1 L2 റിലേഷൻ ഉണ്ടാകുമ്പോൾ L2 L1 റിലേഷനിലുണ്ട്. അതുകൊണ്ട് സിമെട്രിക് ആണ്. ട്രാൻസിറ്റിവിറ്റിയും സിമ്പിൾ ആയിട്ട് പറഞ്ഞൂടെ. L1 L2 ഉണ്ട്, L2 L3 ഉണ്ട്. അന്നേരം L1 L3 ആ വേണ്ടത് അല്ലേ? L1 പാരലൽ ടു L2 ആൻഡ് L2 പാരലൽ ടു L3 അല്ലേ? ചിത്രം വരച്ചു നോക്കാം. L1 L2 L3 ഓക്കെ, ഒക്കെ പാരലലാ. അപ്പൊ L1 L3ക്ക് പാരലൽ അല്ലേ? തീർച്ചയായിട്ടും L1 പാരലൽ ടു L3. അപ്പൊ നമുക്ക് എന്ത് പറയാം? L1 L3 ബിലോങ്സ് ടു R2 എന്ന് പറയാം. R2 എന്ന റിലേഷന്റെ പേര്. അതുകൊണ്ട് റിലേഷൻ എന്താണ്? ട്രാൻസിറ്റീവ്. റിലേഷൻ റിഫ്ലക്സീവ് ആണ്, സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണ്. അതുകൊണ്ട് ഈ റിലേഷൻ എന്ത് റിലേഷനാ? ഇക്വലൻസ് റിലേഷനാ. R2 എന്നുള്ള പേരങ്ങ് കളഞ്ഞാളാ. നിങ്ങൾ എന്ത് മനസ്സിലാക്കിയാൽ മതി? പാരലൽ എന്ന് പറയുന്ന റിലേഷൻ ഇക്വലൻസ് റിലേഷനാ. പെർപെൻഡിക്കുലർ എന്ന് പറയുന്ന റിലേഷൻ സിമെട്രിക് ആണ്, റിഫ്ലക്സീവ് അല്ല, ട്രാൻസിറ്റീവ് അല്ല. ക്ലിയർ ആണല്ലോ? ഒരു ചോദ്യം കൂടെ ഉണ്ട്. ഇക്വലൻസ് ക്ലാസ് എഴുതാൻ ഒരു ലൈനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ബാക്കിയുള്ള ലൈനുകൾ ആരാ? y = 2x+4 ആരൊക്കെയാണ് റിലേറ്റഡ് എന്നാ ചോദിച്ചല്ലേ? നമുക്ക് പറയാലോ, ഈ ലൈനുമായിട്ട് ആരാ റിലേറ്റഡ് ആവുക? പാരലൽ ആവണം. ഈ ലൈനുമായിട്ട് പാരലൽ ആവണം. ഈ ലൈനുമായിട്ട് പാരലൽ ആയിട്ടുള്ള ലൈനിന്റെ ഇക്വേഷൻ നമുക്കറിയാലോ. y = 2x+4 പാരലൽ ആയിട്ടുള്ള ലൈനിന്റെ ഇക്വേഷൻ എന്താ? y = 2x+4 അങ്ങ് മാറ്റിയാൽ മതി. 2 ആണ് സ്ലോപ്പ് മാറ്റാൻ പറ്റില്ല. ഇതിന് പാരലൽ ആവണ്ടേ? സ്ലോപ്പ് മാറ്റാൻ പറ്റില്ല. 2x+4 മാറ്റി c എന്ന് എഴുതിയാൽ ഈ ലൈനുമായിട്ട് പാരലൽ ആയിട്ടുള്ള ബാക്കിയുള്ള ലൈൻസ് ഒക്കെ കിട്ടും. അതാണ് അതിന്റെ ക്ലാസ്സിൽ ഉണ്ടാവുക, ഇക്വലൻസ് ക്ലാസ്സിൽ ഉണ്ടാവുക അല്ലേ? അത് ഒന്നുകൂടെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ നമുക്ക് അതിന്റെ ഒരു ജിയോജിബ്ര കാണാം. ശ്രദ്ധിച്ചോളൂ. ഓക്കെ, ശ്രദ്ധിച്ചോളൂ. ഇതാ y = 2x+4 എന്നുള്ള ലൈനായത് അല്ലേ? ഈ ലൈനുമായിട്ട് പാരലൽ ആയിട്ടുള്ള ലൈനിന്റെ ഇക്വേഷനാണ് ഞാൻ എഴുതുന്നത്. y = 2x+4 എന്നുള്ള ലൈനുമായിട്ട് പാരലൽ ആയിട്ടുള്ള ലൈനുകൾ ഏതൊക്കെയാണ് എന്നാണ് നമുക്ക് അറിയേണ്ടത്. y = 2x+4 പാരലൽ ആയിട്ടുള്ള ഒരു ലൈൻ നോക്കൂ. y = 2x+1. ഓക്കെ, 2x+4 പാരലൽ ഒരു ലൈൻ 2x+1. ഇനി ഇങ്ങോട്ടാണ് നിങ്ങൾ നോക്കേണ്ടത്. അടുത്ത പാരലൽ ലൈൻ വരക്കാൻ പോവാ കേട്ടോ. നോക്കിക്കോ, അടുത്ത പാരലൽ ലൈൻ കണ്ടില്ലേ? y = 2x. അടുത്ത പാരലൽ ലൈൻ 2x+1. അടുത്ത പാരലൽ ലൈൻ 2x+2. അടുത്ത പാരലൽ ലൈൻ 2x+3. അടുത്ത 2x+4, 2x+5, 2x+6, 2x+7, 2x+ അല്ലേ? പാരലൽ ആയിട്ട് ലൈനുകൾ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? 2x മാറ്റം വരുന്നില്ല. ഈ കോൺസ്റ്റന്റ് മാത്രമേ മാറുന്നുള്ളൂ. ഈ കോൺസ്റ്റന്റ് മാത്രമേ മാറുന്നുള്ളൂ. കണ്ടോ, കോൺസ്റ്റന്റ് മാത്രമേ മാറുന്നുള്ളൂ. എന്ത് മാറുന്നില്ല? 2x മാറുന്നില്ല. അപ്പൊ പാരലൽ ലൈൻ ആകുമ്പോൾ 2x മാറില്ല, കോൺസ്റ്റന്റ് മാത്രമേ മാറുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായല്ലോ? അപ്പോൾ ഈ ലൈനുമായിട്ട് പാരലൽ ആയിട്ടുള്ള ലൈനുകളുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് 2x മാറില്ല, കോൺസ്റ്റന്റ് മാത്രമേ മാറുള്ളൂ അല്ലേ? എല്ലാ പാരലൽ ലൈനുകളും ഒരുമിച്ച് വേണമെങ്കിൽ കണ്ടോളൂ. ഇതാ എന്താ മാറുന്നത് നോക്കിക്കോളൂ. ഈ ലൈനിന്റെ പാരലൽ ലൈൻസ് ആയത് ഇതിന്റെ ഫ്രണ്ട്സ് ആയത്. ഈ ലൈനിന്റെ ഫ്രണ്ട്സ്, പാരലൽ എന്ന് പറയുന്ന ഫ്രണ്ട്സ്. എന്താ സംഭവിക്കുന്നത്? ഈ നമ്പർ മാത്രമേ മാറുന്നുള്ളൂ എന്ന് മനസ്സിലായി. അതുകൊണ്ട് y = 2x+4 എന്നുള്ള ലൈനുമായിട്ട് പാരലൽ ആയിട്ടുള്ള ലൈനുകൾ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ എലമെന്റ്സ് റിലേറ്റഡ് ടു y = 2x+4 എന്ന് പറയുന്നത് y = 2x+ സ്ലോപ്പ് 2 ആയിട്ടുള്ള ലൈനുകളാണ്. അതായത് y = 2x+c ആണ്. ക്ലിയർ ആണല്ലോ? ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ് അല്ലേ? എന്താ കാര്യം? 7 പ്രോബ്ലംസാണ് നമ്മൾ പറഞ്ഞത്. 7 നമ്മൾ ചെയ്തു. 7 പ്രോബ്ലംസും അതിപ്രധാനമായിട്ടുള്ള ചോദ്യങ്ങളാണ്. നന്നായിട്ട് പഠിക്കുക. പ്രോബ്ലംസ് ആണല്ലോ എക്സാമിന് ചോദിക്കുക. കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് പഠിക്കുക. നന്നായിട്ട് പഠിച്ചിട്ട് കുറച്ചും കൂടെ ഹയർ ലെവലുള്ള ക്വസ്റ്റ്യൻ അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. പഠിച്ച് വരണേ, ഉഷാറായിട്ട് വരണേ, നോട്ടിൽ വൃത്തിക്ക് എഴുതണേ. ഏറ്റവും മനോഹരമായിട്ട് പഠിച്ച് അടുത്ത ക്ലാസ്സിൽ വാ. ഓക്കെ, ഗുഡ് ബൈ.